പെർസെൻറ്റേജ് എന്ന ടോപ്പിക്കിലെ അടുത്ത രണ്ട് മോഡലാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോഡൽ രണ്ടാമത്തെ മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഫ്രാക്ഷനെ എങ്ങനെയാണ് ശതമാന രൂപത്തിലേക്ക് മാറ്റുന്നത്, ഒരു ഭിന്നസംഖ്യയെ എങ്ങനെ ശതമാന രൂപത്തിലേക്ക് മാറ്റുന്നതെന്നാണ് മോഡൽ 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മോഡൽ 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ദശാംശ സംഖ്യയെ എങ്ങനെ ശതമാനമാക്കി എടുക്കാം, അല്ലെങ്കിൽ ഒരു ദശാംശ സംഖ്യയുടെ ശതമാന രൂപം എങ്ങനെ കണ്ടുപിടിക്കാം. ഇതാണ് മോഡൽ 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം മോഡൽ 2. ക്വസ്റ്റ്യൻ നോക്കിയോ. 7/10 ശതമാന രൂപം എന്ത്? ശതമാന രൂപം എന്ത്? 7/10 ശതമാന രൂപം എന്ത്? ഒരു ഭിന്നസംഖ്യയുടെ ശതമാന രൂപമാണ് നമ്മളോട് കാണാൻ ചോദിക്കുന്നതെങ്കിൽ ചെയ്യേണ്ടത് 7/10 100 കൊണ്ട് ഗുണിക്കുക. 7/10 100 കൊണ്ട് ഗുണിക്കുക. ശതമാനം കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ ഭിന്നസംഖ്യയെ 100 കൊണ്ട് ഗുണിക്കുക. ഭിന്നസംഖ്യയെ ശതമാനമാക്കാൻ എന്ത് ചെയ്യുക? 100 കൊണ്ട് ഗുണിക്കുക, 100 കൊണ്ട് ഗുണിക്കുക. ഗുണിക്കുമ്പോൾ ഇവിടെ എത്ര ആൻസർ കിട്ടും? 70 എന്ന ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ ഈ ഭിന്നസംഖ്യയുടെ ശതമാന രൂപം എന്ന് പറയുന്നത് 70%. 70%. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ 3/5 ശതമാന രൂപം എന്ത്? 3/5 ശതമാന രൂപം. 3/5 ശതമാന രൂപം കാണാൻ എന്ത് ചെയ്താൽ മതി? ഭിന്നസംഖ്യയെ 100 കൊണ്ട് ഗുണിക്കുക. ഭിന്നസംഖ്യയെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 60 എന്ന് കിട്ടും, 60% എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 3/5 എന്ന് പറയുന്നത് 60%. 3/5 60%. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2/25 ശതമാന രൂപം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഭിന്നസംഖ്യയാണ്. ഭിന്നസംഖ്യയുടെ ശതമാന രൂപം കാണാൻ 100 കൊണ്ട് ഗുണിക്കണം. 2/25 × 100 എത്ര കിട്ടും നമുക്ക്? 25ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 4 കിട്ടും. 2 × 4 8%. അപ്പോൾ 2/25 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8%. അടുത്ത കണക്ക് നോക്കിയേ. 4/1/5 ശതമാന രൂപം. 4/1/5 ശതമാന രൂപം. ഇവിടെ നോക്കിയേ, ഇതൊരു മിശ്ര ഭിന്നമാണ് തന്നേക്കുന്നത് അല്ലേ. മിക്സഡ് ഫ്രാക്ഷനാണ് ഇവിടെ തന്നേക്കുന്നത് 4/1/5 എന്നുള്ളത്. അതിനെ നമ്മളൊരു നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുക. എങ്ങനെയാണ് നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത്? ഇതിനെ നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? അതെ, 4 × 5 അല്ലേ. ഡിനോമിനേറ്റർ കൊണ്ട് ഗുണിച്ചിട്ട് +1 ന്യൂമറേറ്റർ കൂട്ടുക. ഡിവൈഡഡ് ബൈ ഇവിടെ ഏതാണോ ഡിനോമിനേറ്റർ കിടക്കുന്നത് ആ ഡിനോമിനേറ്റർ എഴുതുക. ഇങ്ങനെയാണ് നമ്മളൊരു മിശ്ര ഭിന്നത്തെ ഒരു വിഷമ ഭിന്നമാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ഒരു നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത് ഇങ്ങനെയാണ്. 5 × 4 20, 20 + 1 21. അപ്പോൾ 21/5. അപ്പോൾ നമുക്ക് ഭിന്നസംഖ്യ കിട്ടി അല്ലേ, ഒരു ഫ്രാക്ഷൻ കിട്ടി. ഇനി ഈ ഫ്രാക്ഷനെ നമ്മൾ എന്തിലേക്ക് മാറ്റുക? ശതമാനത്തിലേക്ക് മാറ്റുക. 21/5 × 100 ശതമാനമാക്കാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഗുണിച്ചാൽ മതി. ഭിന്നസംഖ്യയെ ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കുക. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 എന്ന് കിട്ടും. 21 × 20 420 എന്ന് കിട്ടും. 420 എന്ന് കിട്ടും. ഇതിനർത്ഥം 420%. 420%. ഓക്കെ ആണോ? ഇവിടെ എന്തുകൊണ്ടാണ് 420% എന്ന് വന്നത്? നമ്മൾ പെർസെൻറ്റേജ് പറയുമ്പോൾ 100-ലല്ലേ പറയുന്നത്. പിന്നെ ഇവിടെ എങ്ങനെ 420% വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇവിടെ ഡിനോമിനേറ്റർ നോക്കിയേ, ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ് ആര്? ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 100-നേക്കാൾ വലിയൊരു ശതമാനം നമുക്ക് കിട്ടിയത്. മനസ്സിലായോ? ഇതിനു മുമ്പുണ്ടായിരുന്നെല്ലാം നോക്കിയതേ, ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാണ്. ന്യൂമറേറ്റർ ചെറുത്, ഡിനോമിനേറ്റർ വലുത്. അതുകൊണ്ടാണ് നമുക്ക് 100-നകത്തുള്ളൊരു പെർസെൻറ്റേജ് കിട്ടിയത്. ഇവിടെ എന്ത് ചെയ്തു? ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ് ന്യൂമറേറ്റർ വന്നത്. അതുകൊണ്ടാണ് പെർസെൻറ്റേജ് 100-നേക്കാൾ മേളി വന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഇനി അപ്പോൾ എങ്ങനെയാണ് ഒരു ഫ്രാക്ഷനെ നമുക്ക് ശതമാനത്തിലേക്ക് മാറ്റുന്നതെന്ന്, അല്ലെങ്കിൽ ഒരു ഭിന്നസംഖ്യയെ എങ്ങനെ നമുക്ക് ശതമാനത്തിലേക്ക് മാറ്റാമെന്ന് പഠിച്ചു അല്ലേ. എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. മിശ്ര ഭിന്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അതിനെ വിഷമഭിന്നത്തിലേക്ക് മാറ്റുക. അത് കഴിഞ്ഞ് 100 കൊണ്ട് ഗുണിച്ച് ശതമാന രൂപമാക്കുക. ഇനി അടുത്ത മോഡൽ നമ്പർ 3, മൂന്നാമത്തെ മോഡലാണ് നമ്മൾ പഠിക്കുന്നത്. എന്താ? ഒരു ദശാംശ സംഖ്യയെ ശതമാന രൂപത്തിലേക്ക് മാറ്റുന്നത്. ഒരു ദശാംശ സംഖ്യയെ ശതമാന രൂപത്തിലേക്ക് മാറ്റുന്നത് എങ്ങനെ? ക്വസ്റ്റ്യൻ നോക്കാം. 2.5 ശതമാന രൂപം. 2.5 ശതമാന രൂപം. ക്വസ്റ്റ്യൻ 2.5 ശതമാന രൂപം കണ്ടുപിടിക്കുക. ശതമാന രൂപം ഒരു
ഭിന്നസംഖ്യയുടെ ശതമാന രൂപം ചെയ്യാൻ 100 കൊണ്ട് ഗുണിക്കണം അല്ലേ. ഇനി ഒരു ദശാംശ സംഖ്യയുടെ ശതമാനമാണ് കാണുന്നതെങ്കിലും എന്ത് ചെയ്യുക, 100 കൊണ്ട് ഗുണിക്കുക. 2.5നെ 100 കൊണ്ട് ഗുണിക്കുക. 2.5നെ എന്ത് ചെയ്യുക, 100 കൊണ്ട് ഗുണിക്കുക. 2.5നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 250%. 250% എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ശതമാനം, അപ്പം ദശാംശ സംഖ്യയുടെ ശതമാനം കാണാൻ ചോദിച്ചാലും എന്ത് ചെയ്താൽ മതി, 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 3.25ൻ്റെ ശതമാന രൂപം. 3.25ൻ്റെ ശതമാന രൂപം എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 100 അല്ലേ. 100 കൊണ്ട് ഗുണിച്ചാൽ മതി. ആൻസർ കിട്ടും 325%. 325%. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 0.157ൻ്റെ ശതമാന രൂപം. 0.157ൻ്റെ ശതമാന രൂപം എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 100. 100 കൊണ്ട് ഗുണിക്കാൻ എളുപ്പ വഴി എന്തുവാ, ഇവിടെ 2 0 ഉണ്ട്, 100ന് 2 0 ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ദശാംശം 2 സ്ഥാനം ഇങ്ങോട്ട് മാറും. ആൻസർ എത്ര കിട്ടും, 15.7 എന്ന് കിട്ടും അല്ലേ. 15.7%. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ശതമാനമാക്കാൻ പറ്റും, ഒരു ഡെസിമൽ നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ശതമാനമാക്കാൻ പറ്റും, ഈ 2 മോഡലാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.